ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്രീ ഭഗവത്ഗീത അധ്യായം 5 അല്ല, അധ്യായം 14 ശ്ലോകം 5. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഃ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം ഇനി. ഹരേ കൃഷ്ണ. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭൗതികനാകയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണം ഇതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് ആദ്യം പറയുന്നു, ആദ്യത്തെ ശ്ലോകത്തിൽ, പരംഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനം ഉത്തമം. അതായത് ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ് നിനക്ക് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. 7-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കവും 10-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കവും ഇങ്ങനെ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയാൻ പോകുന്ന ജ്ഞാനത്തിൻ്റെ മഹാത്മ്യം പറയുന്നു, സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇനി ഈ ജ്ഞാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ജ്ഞാനത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയുന്നു. അതായത് സർഗേപി നോ പജായന്തേ പ്രളയേന വ്യതന്തിച്ച പറയുന്നു. ഈ ഭൗതിക ലോകത്തിലുള്ള ജന്മം അല്ലെങ്കിൽ ജരാവ്യാധി, മരണം, ഇതെല്ലാം ജന്മമൃത്യു ജരാവ്യാധി ഈ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു, ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ. അങ്ങനെയാണ് 1ഉം 2ഉം ശ്ലോകങ്ങൾ. 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 3ഉം 4ലും നമ്മൾ കണ്ടു ജീവാത്മാവ് എങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ജീവാത്മാവിനെ ഭഗവാൻ പ്രകൃതിയിലേക്ക്, പ്രകൃതിയാവുന്ന ഗർഭത്തിലേക്ക് പിതാവാവുന്ന ഭഗവാൻ ബീജത്തെ കൊടുക്കുന്നു.
നമ്മളത് കണ്ടു. മഹത്തത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അത് വ്യക്തമായിട്ടൊന്നും കൂടെ പറയുന്നു. അതായത് സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രതാപിത. ഞാൻ ഭഗവാൻ, ഞാൻ മഹാവിഷ്ണു, കാരണോദകസായ വിഷ്ണു, ഭഗവാന്റെ വിസ്തരണമാണ് അല്ലേ, ഭഗവാന്റെ സ്വ അംശ അവതാരമാണ്. മഹാവിഷ്ണുവാണ് ആര് ഇവിടെ ഭൗതിക ലോകത്തിൽ ബീജം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു അഹം ബീജപ്രതാപിത, ഞാനാണ് ഈ ജീവജാലങ്ങളുടെ അച്ഛൻ, എല്ലാവരുടെയും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അച്ഛനും പ്രകൃതി അമ്മയും, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളെക്കുറിച്ച്. ഈ ത്രിഗുണങ്ങൾ എങ്ങനെ ജീവാത്മാവിനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. 5-ാമത്തെ ശ്ലോകം മുതൽ അടുത്തൊരു 5 ശ്ലോകം അങ്ങനെയാണ്. ജീവാത്മാവ്, ഈ 5-ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു. അവിടെ പറയുന്നു ജീവാത്മാവ് എങ്ങനെ ഇവിടെ ഈ ഒരു കുരുക്കിൽ വരുന്നു എന്നുള്ളത്. സത്വം രജസ് തമ ഇതി ഗുണപ്രകൃതി സംഭവ. അപ്പോൾ 3 ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സത്വം രജ തമ, 3 തമസ്, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, 3 ഗുണങ്ങൾ. ഇതാണ് ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളെന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ ഗുണപ്രകൃതി സംഭവ. ഈ ഗുണങ്ങൾ ആക്ച്വലി ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. ഈ ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ ഭാഗമാണ് ഈ ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ നമ്മൾ ആധ്യാത്മിക ലോകത്ത് കാണില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഭൗതിക പ്രകൃതിയിൽ നിന്നാണ്. ഗുണ പ്രകൃതി സംഭവ. ഇനി പിന്നെ പറയുന്നു നിബത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ഓ അർജുന, ഈ ഗുണങ്ങളാണ്, ഈ 3 ഗുണങ്ങളാണ് ഒരു ജീവാത്മാവിനെ ബന്ധിപ്പിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നത്, ഇവിടെ ബോണ്ടേജ് വരുന്നതിൻ്റെ കാരണമാരാണ് ഈ 3 ഗുണങ്ങളാണ്. അപ്പോൾ ഈ ദേഹേ ദേഹിനം അവ്യയം, ഓരോ ജീവാത്മാക്കളെയും ഓരോ ദേഹങ്ങളിൽ, അതായത് ഭൗതിക ശരീരങ്ങളിൽ ബന്ധിപ്പിക്കുന്നു. ആരാണ് ബന്ധിപ്പിക്കുന്നത്? ഈ ഗുണങ്ങൾ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശരീരങ്ങൾ കിട്ടുന്നു. മനുഷ്യ ശരീരം, മൃഗങ്ങളുടെ ശരീരം, ചെടിയുടെ ശരീരം, മരങ്ങളുടെ ശരീരം. ഇനി അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമുക്കറിയാം. എല്ലാത്തിലും വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഇതെല്ലാം എങ്ങനെ കിട്ടുന്നു? ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ട് ഗുണങ്ങളാണ് ഇത് തരുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഈ ഗുണങ്ങൾ അനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നു, അവരുടെ സ്വഭാവമായി മാറുന്നു. ഈ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്, ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ സ്വഭാവം വരുന്നത്. അപ്പോൾ അതനുസരിച്ച് സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ബന്ധനം, ഒരു ബോണ്ടേജ് വരുന്നു. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നു, ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങൾ വരുന്നു. അതനുസരിച്ചിട്ട് അടുത്ത ശരീരം കിട്ടുന്നു. ആ ശരീരം പോകുന്നു കുറച്ചു കാലം, പിന്നെ കർമ്മം, അതിന് റിയാക്ഷൻസ് വരുന്നു. അതനുസരിച്ച് പിന്നെ വേറെ വേറെ ശരീരങ്ങൾ കിട്ടി പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? ഈ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളാണ് ഇവിടെ നമ്മളെ ബന്ധിപ്പിക്കുന്നതെന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. പ്രഭുജി പറയുന്ന ഭാവാർത്ഥത്തിൽ ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗുണങ്ങൾക്ക് അതീതമാണ് ശരിക്കും. ഈ ഗുണങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയിൽ നിന്ന് അതീതമാണ്. കാര്യം ജീവാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്, സച്ചിദാനന്ദമാണ്, ആത്മീയ തലത്തിലുള്ളതാണ്. അല്ലാതെ ഭൗതികമായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ ഒരു പ്രൊഡക്റ്റല്ല ജീവാത്മാവ്. എന്നാൽ ഈ ശ്ലോകത്തിൽ പറയുന്നു ഭൗതിക പ്രകൃതിയുടെ പ്രൊഡക്റ്റാണ് ഈ 3 ഗുണങ്ങളെന്ന്, സത്വം രജോ തമോ. എന്നാൽ ജീവാത്മാവ് അങ്ങനെയല്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൗതിക പ്രകൃതിയുടെ പ്രൊഡക്റ്റ് അല്ല, ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആക്ച്വലി അപരാശക്തി, പരാശക്തി അല്ലേ. ജീവാത്മാവ് ശരിക്കും പക്ഷെ എന്നാലും ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ദേവിഹി ഏഷ ഗുണമയി, ഭഗവാന്റെ ശക്തി തന്നെയാണ്, ഭഗിരാംഗ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീയ തലത്തിലുള്ളതാണെങ്കിലും ജീവാത്മാക്കൾ, പക്ഷേ
നമ്മൾ ഈ ഒരു തടസ്ഥ ജീവാത്മാവായതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തടസ്ഥരായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്തോട്ട് നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും. ഭഗവാൻ ആന്തരിക ശക്തിയിൽ ഇരിക്കേണ്ടവരാണ്. എന്നാൽ ഇതേ ജീവാത്മാവിന് ഒരു അവസരമുണ്ട് ഇങ്ങോട്ട് തിരിയാനും, ഭഗവാന്റെ ഭൗതിക പ്രകൃതിയിലേക്ക് തിരിയാനും, ഭഗവാനിൽ നിന്ന് മുഖം തിരിക്കാനുമുള്ള ഒരു അവസരവും അവർക്ക് കിട്ടുന്നു തടസ്ഥ ജീവ ആയതുകൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മൾ ഭൗതിക പ്രകൃതിയുടെ പിടിയിലും ഈ ത്രിഗുണങ്ങളുടെ പിടിയിലുമായി പോകുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇവിടെ കാലാകാലങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. തത്ര സത്വം നിർമ്മല. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശക അനാത്മയം സുഖസംഗേന ബന്ധനാത് ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഗേന ബന്ധനാതി ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമം അനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. വിവർത്തനം ഭാവത്തനമായിക്കട്ടെ. അപ്പൊ വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹേ പുണ്യാത്മാവെ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ഭാവാർത്ഥം. ഭൗതിക പ്രകൃതിയാൽ ബദ്ധരായ ജീവസത്തകൾ പലവിധമുണ്ട്. ഒരാൾ സന്തുഷ്ടനായിരിക്കും, മറ്റൊരാൾ കർമ്മനിരതനും, ഇനിയൊരാൾ നിസ്സഹായനുമായിരിക്കും. ഇത്തരം മാനസികാവസ്ഥ ഭേദങ്ങളാണ് ജീവസത്തകളുടെ പ്രകൃതിയിലെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം. എങ്ങനെയാണ് അവർ പല വിധത്തിലും ബദ്ധരായിരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലെ ഈ ഭാഗത്തിൽ വിവരിക്കുന്നു. ആദ്യമായി സത്വഗുണത്തെ എടുത്തു നോക്കാം. ഭൗതിക ലോകത്തിൽ സത്വഗുണം വളർത്തിയെടുക്കുന്നതിന്റെ ഫലം എന്തെന്നാൽ, അങ്ങനെ ചെയ്യുന്ന വ്യക്തി മറ്റു വിധത്തിൽ ബദ്ധരായവരെക്കാൾ ബുദ്ധിമാനാണ്. സത്വഗുണത്തിലുള്ള ഒരാളെ ഭൗതിക ദുഃഖങ്ങൾ അധികം ബാധിക്കാറില്ല. ഭൗതിക ജ്ഞാനത്തിൽ താൻ പുരോഗമിക്കുകയാണെന്ന ബോധവും അയാൾക്കുണ്ടാവും. സത്വഗുണാവസ്ഥയിലായിരിക്കേണ്ട ബ്രാഹ്മണനാണ് ഇതിനൊരു മാതൃക. സത്വഗുണ പ്രഭാവം പാപപ്രതികരണങ്ങളിൽ നിന്ന് ഏറെക്കുറെ മോചിപ്പിക്കുന്നു എന്ന അറിവാണ് സാത്വികരുടെ സന്തുഷ്ടിക്ക് കാരണം. സത്വഗുണം കൂടുതൽ ജ്ഞാനത്തെയും സന്തോഷത്തെയും ഉളവാക്കുന്നുവെന്ന് വൈദിക കൃതികളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിലുള്ള കുഴപ്പം എന്തെന്നാൽ, ഒരു ജീവസത്ത സത്വഗുണാവസ്ഥയിലാകുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ ജ്ഞാനത്തിൽ മുന്നേറിയെന്നും അങ്ങനെ അവരെക്കാൾ ഉത്കൃഷ്ടനായിരിക്കുന്നു എന്നുമുള്ള അഹങ്കാരം അയാളെ ബാധിച്ചേക്കാം. അങ്ങനെ അയാൾ ബദ്ധനാകുന്നു. ഇതിനുള്ള ഉത്തമോദാഹരണങ്ങളാണ് ശാസ്ത്രകാരന്മാരും തത്വചിന്തകരും. ഇരുകൂട്ടരും തങ്ങളുടെ അറിവിനെ പറ്റി അഹങ്കരിക്കുന്നു. ജീവിത ചുറ്റുപാടുകൾ സ്വാഭാവികമായി മെച്ചപ്പെടുന്നത് കൊണ്ട് ഭൗതികമായി കൂടുതൽ സന്തുഷ്ടരാവുകയും ചെയ്യുന്നു. ബദ്ധമായ ജീവിതത്തിലെ ഈ ഉയർന്ന സന്തുഷ്ടതാബോധം ഭൗതിക പ്രകൃതിയുടെ സത്വഗുണത്താൽ
അവരെ ബന്ധിക്കുകയാണ്. അങ്ങനെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് അവർ ആകൃഷ്ടരായി തീരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ആകൃഷ്ടരായി ഇരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും വിധത്തിൽ പ്രകൃതി ഗുണാധീനമായ ഒരു ശരീരം അവർക്ക് കൈക്കൊള്ളേണ്ടി വരും. മോചനത്തിന് വഴിയില്ലെന്നാകും. ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയരാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും തത്വചിന്തകനായോ ശാസ്ത്രജ്ഞനായോ കവിയായോ പിറവിയെടുത്ത് ജനനമരണ ക്ലേശങ്ങളിൽ അകപ്പെടുകയാവും ഫലം. എന്നിട്ടും ഭൗതിക ശക്തിയുടെ മോഹവലയത്താൽ അത്തരം ഒരു ജീവിതം സുഖകരമെന്ന് അവർ വിചാരിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ എന്തൊരു മനോഹരമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. ഭഗവത്ഗീത വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നു. ഭഗവത്ഗീത ശ്ലോകങ്ങളിൽ ഭഗവാൻ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. ശ്രീല പ്രഭുപാദിൻ്റെ മഹാമഹാകാരുണ്യം നോക്കൂ, അദ്ദേഹം എത്ര ക്ലിയർ ആയിട്ടാണ് എഴുതുന്നത്. അദ്ദേഹം ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭാവാർത്ഥം എഴുതുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും? ശ്രീല പ്രഭുപാദിൻ്റെ മഹാകൃപയാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? സത്വഗുണത്തെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ 3 ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞു. തമസ്, രജോ, സത്വം. അല്ലേ? ഈ 3 ഗുണങ്ങളാണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത് ഈ ലോകത്തിൽ എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ 3 ഗുണങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് എന്നും പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ 6ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? സത്വഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശം അനാമയം. ഈ സത്വഗുണമാണ് ഈ 3 ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഗുണം. കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സത്വഗുണമാണ്. അതായത് ഈ മൂന്നിലും വെച്ച് ശുദ്ധമായിട്ടുള്ളത്, നിർമ്മലമായിട്ടുള്ളത് ഏതാണ്? സത്വഗുണമാണ്. പ്രകാശം അനാമയം. മാത്രമല്ല ഈ സത്വഗുണം ഉണ്ടെങ്കിൽ എന്താണ്? ജ്ഞാനം. പ്രകാശം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജ്ഞാനമാവുന്ന പ്രകാശം. ജ്ഞാനദീപേന ഭാസ്വത ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? ജ്ഞാനമാവുന്ന പ്രകാശം. അതായത് നമ്മൾ അന്ധകാരത്തിൽ, മുഴുവനും അന്ധകാരത്തിലല്ല. രജോ തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരത്തിലേക്ക് കൂടുതൽ. തമോ ഗുണം എന്ന് പറഞ്ഞാൽ മുഴുവനും അന്ധകാരമാണ്. സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമുണ്ട് അവിടെ, എന്നാൽ അത് പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുമില്ല. എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് 2 ഗുണങ്ങളെയും ഈ 3 ഗുണങ്ങളെയും കൂടി നോക്കുമ്പോൾ സത്വഗുണമാണ് മെച്ചപ്പെട്ടത്. പ്രകാശം അനാമയം. മാത്രമല്ല ഈ സത്വഗുണമുള്ളവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും. അതായത് പാപങ്ങൾ ചെയ്യില്ല. പാപങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, പാപമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രജോ ഗുണത്തിലുള്ളവരും തമോ ഗുണത്തിലുള്ളവർ തീരെ മനസ്സിലാക്കുന്നില്ല. ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. രജോ ഗുണത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ചെയ്തു പോകുന്നു. കാര്യം എന്താണ്? അതിനോടുള്ള ആ ഒരു അഭിനിവേശം കൊണ്ട്, അതിനോടുള്ളൊരു അട്രാക്ഷൻ കൊണ്ട് ചിലപ്പോൾ ചെയ്തു പോകും. തമോ ഗുണത്തിലുള്ള ആളുകൾക്ക് ശരിയും തെറ്റും തന്നെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ തലതിരിഞ്ഞിട്ടായിരിക്കും. എന്നാൽ സത്വഗുണത്തിലുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ശരിയും തെറ്റൊക്കെ അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തെറ്റുകൾ അവർ ചെയ്യാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ അധികം ക്ലേശങ്ങളൊന്നും അവർ അനുഭവിക്കുന്നുണ്ടാവില്ല. ക്ലേശം അനുഭവിക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഉണ്ടാവില്ല എന്നല്ല, തീർച്ചയായിട്ടും ഭൗതിക ലോകത്തിൽ ഭൗതിക ലോകം ദുഃഖാലയമാണെന്ന് ഭഗവാൻ സ്റ്റാമ്പ് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ, കാര്യം രജോ ഗുണത്തിലുള്ള ആളുകൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഓടും, അതിനുവേണ്ടി ഓടി നടക്കുവാണ്, ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി ഓടുന്നു. അപ്പോൾ അവർക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. തമോ ഗുണത്തിലുള്ള ആൾക്കാർ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒന്നും അറിയില്ല, അവർ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലാണ്. എന്നാൽ സത്വഗുണത്തിലുള്ള ആൾക്കാർ അവർ കുറച്ചൊന്ന് അവരുടെ സന്തോഷവും അവരുടെ ഒരു സംതൃപ്തിയും മറ്റ് 2 ഗുണങ്ങളിൽ വരുന്ന ആളുകളെക്കാൾ വ്യത്യാസമുണ്ട്. ഇവർ കൂടുതലും മറ്റുള്ളവരെ സഹായിക്കുക. അത് ആത്മീയ തലത്തിലുള്ള സഹായമല്ല പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ വിഷമം കാണുന്നു, അവരെ സഹായിക്കാൻ തോന്നുന്നു, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ദുഃഖങ്ങൾ കുറവായിരിക്കും മറ്റുള്ള 2 ഗുണങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് സത്വഗുണത്തിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു. പക്ഷേ സത്വഗുണം കൊണ്ടും
നമ്മൾ ബന്ധിക്കപ്പെടുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സത്വഗുണം കൊണ്ട് എങ്ങനെ നമ്മൾ ബന്ധരാവുന്നു, ഇവിടെ ബന്ധനസ്ഥരാവുന്നു, ബന്ധിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനക. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന, രണ്ട് കാര്യമാണ് പറയുന്നത്. അതായത് സുഖങ്ങൾ, കാര്യം നമ്മൾ സത്വഗുണത്തിലാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദുഃഖങ്ങൾ കുറവും, അതായത് ഭൗതിക തലത്തിലുള്ള സുഖങ്ങളും കൂടുതലായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇത് ഇന്ദ്രിയ സുഖഭോഗം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം. ഇപ്പോൾ ഒരാൾ ഒരു പുണ്യം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ചാരിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു. ഇതൊക്കെ പുണ്യപ്രവർത്തികളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും കിട്ടും, അല്ലേ? അത് മറ്റുള്ള രജോ ഗുണത്തിലുള്ള ആളുകൾ പോലെ, അതായത് സ്ത്രീകൾ പരസ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാരും പോകുന്നതും സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്ത് പോകുന്നതും ഇന്ദ്രിയ സുഖത്തിനും വേണ്ടി, അല്ലെങ്കിൽ വായിക്ക് തോന്നിയതെല്ലാം അല്ലെങ്കിൽ നാവിന് തോന്നിയതെല്ലാം എടുത്ത് കഴിക്കുന്നു. അതിൽ എന്ത് മൃഗത്തിൻ്റെയാണോ എന്താണെന്ന് നോക്കാതെ, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നാവിൻ്റെ രുചിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു. അതല്ല അവർ. ഈ സത്വഗുണത്തിലുള്ള ആളുകൾ അങ്ങനെയല്ല. സത്വഗുണത്തിലുള്ള ആളുകളുടെ സന്തോഷത്തിൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു സംഭവം വ്യത്യാസമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. അത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും, ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ്, ഇതെല്ലാം സത്വഗുണമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സന്തോഷവും ബന്ധനത്തിന് കാരണമാവും. അതേപോലെ ജ്ഞാനം അതേപോലെ തന്നെയാണ്. സത്വഗുണത്തിലുള്ള ആളുകൾക്ക് ജ്ഞാനം മറ്റുള്ള ഗുണങ്ങളിലുള്ളവരെക്കാൾ കൂടുതലുണ്ടാവും. കുറച്ചും കൂടെ കാര്യങ്ങളിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. കാര്യം അവരും തെറ്റും ശരിയും തിരിച്ചറിയുന്നു. കുറേ ശാസ്ത്രങ്ങളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മനുസ്മൃതിയിലൊക്കെ ഒരുപാട് മോറൽ കോഡുകളൊക്കെ പറയുന്നുണ്ട്. ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ വരുന്നതിനേക്കാൾ മോറൽ കോഡ്സാണ് കൂടുതൽ. ഈവൻ സുഭാഷിതം സംസ്കൃതത്തിൽ വരുന്നു ഒരുപാട്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് പറയുന്നു. അതിൽ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലുള്ള എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഇതെല്ലാം അതായത് എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, അതായത് നല്ലൊരു സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് മുതിർന്നവരെ ബഹുമാനിക്കുക, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം മോറൽ കോഡുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യും. സത്വഗുണത്തിലുള്ളവരാണ് അതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനമൊക്കെ അവർക്കും ഉണ്ടാവും. ശരിയും തെറ്റും തിരിച്ചറിയുന്നു, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെയും നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സുഖത്തിൻ്റെയും ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഉള്ളിൽ വരും. അങ്ങനെ, അല്ലെങ്കിൽ ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ വരും. അത് ഒരു ബന്ധനത്തിന് കാരണമാവുന്നു. അങ്ങനെ കണ്ടീഷനാവുന്നു. അതാണ് പ്രഭുപാദ ഇവിടെ ഭാവാർത്ഥത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഉദാഹരണം ഇവിടെ പറയുന്നു അദ്ദേഹം, സത്വഗുണത്തിലുള്ള ആളുകൾ എങ്ങനെ ഇവിടെ ബന്ധിക്കപ്പെടുന്നു എന്നുള്ളത്. കാര്യം അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടതാണ്, എനിക്ക് കൂടുതൽ അറിവുണ്ട്, അവരെക്കാൾ ബെറ്ററാണ് എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ വരുന്നു. അതിന് ഉദാഹരണം ഇവിടെ സയൻറ്റിസ്റ്റുമാരുടെയും തത്വചിന്തകരുടെയും പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരൊക്കെ അവരുടെ ഉള്ളിലൊരു എപ്പോഴും ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാര്യം അവരെന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ആക്ച്വലി മറ്റുള്ളവരെക്കാളും ബെറ്ററാണെന്നുള്ളത്. അപ്പോൾ ഇതും പക്ഷെ പ്രശ്നമാണ്. ഇതും ഇവിടെ ബന്ധിപ്പിക്കുന്നു. കാര്യം ഭഗവാനുമായിട്ടുള്ള കാര്യങ്ങളോ ആധ്യാത്മിക തലത്തിലുള്ളൊരു കാര്യങ്ങളോ ഇതിൽ വരുന്നില്ല, അല്ലേ? അപ്പോൾ അതാണ് സത്വഗുണത്തിലുള്ള ആളുകൾ. പ്രഭുപാദജി പറയുന്നു, അവർ ഈ സത്വഗുണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ ഉദ്ദേശിക്കുന്നുള്ളൂ വെച്ചാൽ അതങ്ങനെ തന്നെ പോവും. ഈ ലോകത്ത് തന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. വീണ്ടും തത്വചിന്തകരായിട്ട്, വീണ്ടും ശാസ്ത്രജ്ഞരായിട്ട്, വീണ്ടും കവികളായിട്ടൊക്കെ അവർ ജനിക്കേണ്ടി വരും. അവർ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും അത് തന്നെ ചെയ്യുന്നു, അങ്ങനെ പോവും അവർ. അപ്പോൾ സത്വഗുണവും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടോ? രക്ഷപ്പെടുത്തുന്നില്ല. എന്നാൽ സത്വഗുണം ആവശ്യമാണ്. ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു ഗുണമാണ് സത്വഗുണം. രജോഗുണവും തമോ ഗുണവും ഫേവറബിൾ അല്ല.
സത്വഗുണം ഫേവറബിൾ ആണ്. അതുകൊണ്ട് സത്വഗുണത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ സത്വഗുണത്തെ നമ്മൾ വളർത്തിയെടുത്ത്, ഇപ്പോൾ കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്നു, അതേപോലെ തന്നെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, കുളിക്കുന്നു, ഇതെല്ലാം വൃത്തിയും വെടുപ്പോടുകൂടി നടക്കുന്നു, ഇതെല്ലാം സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഗുണങ്ങളൊക്കെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ സഹായിക്കുന്നതാണ്, ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സത്വഗുണം കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണർ, ഇപ്പോൾ വർണ്ണം നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഭഗവാൻ പറയുന്നു, ഈ വർണ്ണങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ഏതൊക്കെ ഗുണങ്ങൾ? ഈ 3 ഗുണങ്ങൾ, സത്വം തമോ രജോ, സത്വം രജോ തമോ, ഈ 3 ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ വർണ്ണങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വർണ്ണങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതിൽ ബ്രാഹ്മണരാണ് സത്വഗുണത്തിലുള്ളവർ. അവർക്ക് കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്, സത്വഗുണത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവർ വേദങ്ങൾ പഠിക്കുന്നു, അവർ ജ്ഞാനം കിട്ടുന്നു. പക്ഷെ അവിടെ ആ ശുദ്ധഭക്തിയുടെ കാറ്റഗറിയിലേക്ക് അവർ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ദേവീ ദേവത ആരാധനകൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അതേപോലെ തന്നെ വേദങ്ങളിൽ പറയുന്ന പല ഫലോധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, സത്വഗുണത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. കൂടുതലും ഇപ്പോൾ ബ്രാഹ്മണരൊക്കെ സാധാരണ നല്ല ബ്രാഹ്മണരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും, ഇവൻ ഭക്തരല്ലെങ്കിൽ പോലും ഈ ആവശ്യമില്ലാതെ കൂടുതൽ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഉള്ളത് അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഭക്തിയുടെ കാര്യം നോക്കുമ്പോൾ അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ മേ ബി ആ ഒരു ശുദ്ധഭക്തിയിലേക്ക്, അന്യാഭിലാഷിത ശൂന്യം എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എന്നാലും ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടാവും. എന്നാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷത്രിയരുടെ മെയിൻ ഗുണം ഏതാണ്? രജോ ഗുണമാണ്. കാര്യം രാജ്യം ഭരിക്കുക, അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് രജോ ഗുണത്തിൽ വരുന്ന കാര്യമാണ്. അവർക്കും രജോ ഗുണത്തിലാണെങ്കിലും അവർക്ക് സത്വഗുണത്തിൻ്റെ ചെറിയൊരു കാര്യം, ബ്രാഹ്മണരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവർക്ക് കൂടുതലാണ്. കാര്യം ഈ ക്ഷത്രിയരെ നേർവഴിക്ക്, അല്ലെങ്കിൽ ക്ഷത്രിയർക്ക് ഉപദേശം കൊടുക്കുന്നത് ബ്രാഹ്മണരാണ്. അതുകൊണ്ട് അവർക്ക് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് കുറച്ചൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പണ്ടത്തെ ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. സത്വഗുണത്തിലുള്ള, രജോ ഗുണമാണ് അവരുടെ മെയിൻ ഗുണം എന്നുണ്ടെങ്കിലും ക്ഷത്രിയരായതുകൊണ്ട്, എന്നാലും നല്ല രാജാക്കന്മാർ, അതായത് ശരിക്കും പ്രജകളെ നല്ല രീതിയിൽ നോക്കുന്നതും അത് വേണ്ട രീതിയിൽ ബ്രാഹ്മണർ പറയുന്നതനുസരിച്ച് അത് ഫോളോ ചെയ്യുന്നവരൊക്കെ. എന്നാൽ താഴോട്ട് വരുന്തോറും സത്വഗുണം ഇല്ലാതെയാവുന്നു. വൈശ്യരുടെ കാറ്റഗറിയിൽ വരുമ്പോൾ സത്വഗുണമേ ഇല്ല, അവിടെ രജോ ഗുണവും തമോ ഗുണത്തിൻ്റെ ഒരു മിക്സാണ്, അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ശൂദ്രരിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായിട്ടും തമോ ഗുണമാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സത്വഗുണമാണ് ഫേവറബിൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ശുദ്ധ സത്വഗുണത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി എളുപ്പമുള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് ശുദ്ധസത്വത്തിലേക്ക്, സത്വഗുണത്തിൽ നിന്ന് ശുദ്ധസത്വത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. തമോ ഗുണത്തിൽ നിന്ന് ശുദ്ധ സത്വഗുണത്തിലേക്ക് പോകാൻ ഇതെല്ലാം നമ്മൾ ക്രോസ് ചെയ്ത് പോകണം, അല്ലേ? എന്നാൽ അത് സാധിക്കും. അതിന് അതിന് ഭഗവാന്റെ ശുദ്ധഭക്തരുടെ ഒരു കൃപയുണ്ടെങ്കിൽ, അവരുടെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ സാധിക്കും. ഇപ്പോൾ തമോ ഗുണത്തിലുള്ള മൃഗാരി, തമോ ഗുണത്തിലുള്ള ഉണ്ടായിരുന്ന നമ്മുടെ വേട്ടക്കാരനായിരുന്ന വാൽമീകി, ഇവരൊക്കെ ഒറ്റടിക്ക് ആ തമോ ഗുണത്തിൽ നിന്ന് നേരെ പോകുന്ന ശുദ്ധസത്വത്തിലേക്കാണ്. എങ്ങനെ സാധിച്ചു? സാധു സംഘ സർവശാസ്ത്രക്കായ ലവമാത്ര സാധു സംഘ സർവസിദ്ധിക. ഭഗവാൻ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, സ്വപച്ചരായിട്ടുള്ളവർ, അതായത് ചണ്ടാലർക്ക് പോലും ഗുരു ആവാനുള്ള ഓപ്ഷനുണ്ട്, എങ്ങനെയാണെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ചണ്ടാലനായിട്ടുള്ളൊരു വ്യക്തിയും ഭഗവാനെ സേവിക്കുന്നുണ്ടെങ്കിൽ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നുണ്ടെങ്കിൽ അവർ പൂജിതീയരാണ് എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ക്രൈറ്റീരിയ എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭക്തിയുത സേവനങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, എനിവേ അത് ശുദ്ധസത്വത്തിലെ കാര്യം. ഇവിടെ സത്വഗുണത്തിൻ്റെ കാര്യമാണ്. സത്വഗുണവും നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകത്തിൽ, 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നു രജോ ഗുണം എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സത്വഗുണവും ബന്ധിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ രജോ ഗുണം തമോ ഗുണം ബന്ധിപ്പിക്കുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല, അല്ലേ? എന്നാലും നോക്കാം. യെസ്, ഭഗവാൻ പറയുന്നു, രജോ രാഗാത്മകം വിധി
തൃഷ്ണാസംഗാസമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. രജോ രാഗാത്മകം വിദ്യേ തൃഷ്ണസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. വായിക്കട്ടെ പ്രഭു വിവർത്തനം ഭാവാർത്ഥം. വിവർത്തനം ഭാവാർത്ഥം. എ സി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ബലോദ്ദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോഗുണത്തിന്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോഗുണം എന്ന് പറയുന്നു. ഈ രജോഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതിവരാതാവും. രജോഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒരു ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തന്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു എന്നിവിടെ ഊന്നി പറഞ്ഞത്. ഭാര്യ മക്കളെയും സമൂഹത്തെയും സന്തോഷിപ്പിക്കാനും തന്റെ അന്തസ്സ് നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോഗുണ ബാധിതമെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോഗുണത്തിന്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിൽ അധിഷ്ഠിതമാണെന്നാണ് കരുതിപ്പോകുന്നത്. സത്വഗുണത്തിലുള്ളവർക്ക് പോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്തു പറയാനാണ്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രജോഗുണത്തെക്കുറിച്ച് പറയുന്നു. രജോഗുണം നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കുന്നു? രജോഗുണം എങ്ങനെ വരുന്നു? ഇവിടെ പറയുന്നു രജോഗുണം രജോ രാഗാത്മകം വിധി തൃഷ്ണസംഗ സമുദ്ഭവം. ഈ രജോഗുണം വരുന്നത് എങ്ങനെയാണ്? അറ്റാച്ച്മെൻറ്റിൽ നിന്ന്. അതായത് അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ. തൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ. തൃഷ്ണയാണ് ഇതിന് കാരണം. അതാണ് രജോ രാജാത്മകവിധി തൃഷ്ണസംഗ സമുദ്ഭവം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, തൃഷ്ണ. ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, അങ്ങനെ ഈ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ബന്ധിക്കപ്പെടുന്നു അല്ലേ? ഈ ഒരു അങ്ങനെയാണ് രജോഗുണം നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ആഗ്രഹങ്ങൾ തീരുന്നില്ല, ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, അതിനൊരു അവസാനമില്ല. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ രജോഗുണത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു തൃഷ്ണ അല്ലെങ്കിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധം ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് 100% രജോഗുണമാണ്. ഇനി ഈ രജോഗുണത്തിലുള്ള ഈ ഒരു അട്രാക്ഷൻ രജോഗുണത്തിലുള്ളൊരു സംഭവമാണ്. എന്നാൽ ആ രജോഗുണത്തിലുള്ള സംഭവം തമോ ഗുണത്തിലേക്കും പോകുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലേക്ക് പോകുന്നു.
കാര്യം ഈ ഒരു സുഖത്തിന് വേണ്ടി, താൽക്കാലിക സുഖത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു ലെവലിലേക്ക് പോകുമ്പോൾ അത് തമോ ഗുണത്തിലേക്ക് വരുന്നു. ആക്ച്വലി ഈ ഒരു അട്രാക്ഷൻ തോന്നുന്നത് രജോ ഗുണത്തിൽ വരുന്നു. ഈവൻ ക്രിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഗുണാവതാരങ്ങളിൽ വെച്ച് ബ്രഹ്മാവ് അത് ഗുണാവതാരം എന്ന് എന്തുകൊണ്ട് ഗുണാവതാരങ്ങൾ എന്ന് വിളിക്കുന്നു? അതായത് സത്വ തമോ രജ അല്ലേ, 3 ഗുണങ്ങളാണ്. ഗുണാവതാരങ്ങൾ എന്ന് വിളിക്കുന്നത് ആരൊക്കെയാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ, അല്ലെങ്കിൽ ബ്രഹ്മ, വിഷ്ണു, ശിവ അല്ലേ. ബ്രഹ്മാവിനെ രജോഗുണം, കാര്യം രജോഗുണത്തിൻ്റെ അവതാരം എന്നുള്ളതല്ല, രജോ ഗുണമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു ഗുണം എന്തിനു വേണ്ടിയിട്ട്? ക്രിയേഷന് വേണ്ടിയിട്ട്. കാര്യം സൃഷ്ടി നടത്തുന്നത് അല്ലേ, നമുക്കറിയാം. കേൾക്കുന്നില്ല പ്രഭു. കേൾക്കുന്നില്ല. ഓക്കെ, ഇന്റർനെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഇപ്പൊ ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഓക്കെ, ഹരേ കൃഷ്ണ. ശരിയായോ? ഓക്കെ ഓക്കെ ആണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ, ഇടയ്ക്ക് ഇന്റർനെറ്റ് പോയതാണ്. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ. ഓക്കെ, ഇപ്പോൾ രജോ ഗുണത്തെക്കുറിച്ച് പറയുന്നു നമ്മൾ. ഇപ്പോൾ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും തോന്നുന്ന അട്രാക്ഷൻ, അത് രജോ ഗുണമാണ്. ഇനി ആ രജോ ഗുണം തമോ ഗുണത്തിലേക്ക് കലാശിക്കും. അത് അട്രാക്ഷൻ കൂടി ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ ആ ഒരു താല്പര്യം കൂടി വരുമ്പോൾ അത് തമോ ഗുണത്തിലേക്ക് കലാശിക്കും. അത് വേറെ കഥ. എന്നാൽ ഈ ഒരു ആകർഷണം തോന്നുന്നത് രജോ ഗുണത്തിലുള്ളതാണ്. അതേപോലെ തന്നെ സൃഷ്ടി നടത്തും. നമ്മൾ ഗുണാവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. സൃഷ്ടി നടത്തുവാൻ വേണ്ടി രജോ ഗുണം ആവശ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ രജോ ഗുണത്തിൻ്റെ ആവശ്യമുണ്ട്. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വന്നാൽ ആ ഒരു അട്രാക്ഷൻ തോന്നിയാലേ പിന്നീട് കുട്ടി ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ട് രജോ ഗുണത്തിന് അവിടെ റോളുണ്ട്. അതേപോലെ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്ന സമയത്ത് ഭഗവാൻ സൃഷ്ടിക്കുന്നത് ജീവജാലങ്ങളെയും അതേപോലെ തന്നെ ഈ പറയുന്ന മൂലകങ്ങളെയൊക്കെയാണ്. അതിനുശേഷം ഓരോ ശരീരത്തിലേക്ക് കർമ്മം അനുസരിച്ച് അതെല്ലാം കൊടുക്കുന്നത്, പ്ലേസ് ചെയ്യുന്നത്, ആ ക്രിയേഷൻ ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അതുകൊണ്ട് ഗുണാവതാരങ്ങളിൽ ബ്രഹ്മാവിനെ സൃഷ്ടി ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെ രജോ ഗുണത്തിൻ്റെ ആവശ്യമുണ്ട് സൃഷ്ടിക്ക് വേണ്ടി. ആ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തർക്കും ഒരു ശരീരം തരുവാനും ബാക്കിയുള്ള കർമ്മം അനുസരിച്ചിട്ടുള്ള ബാക്കി ക്രിയേഷൻസ് എല്ലാം ചെയ്യുവാനും വേണ്ടിയും രജോ ഗുണം ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുണാവതാരത്തിൽ രജോ ഗുണം ഗുണാവതാരത്തിൽ വെച്ച് രജോ ഗുണത്തിൻ്റെ അധിപനായിട്ട് പറയുന്നു. ആരെ? ബ്രഹ്മാവിനെ. ഇനി സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കലാണ്. നശിപ്പിക്കുക എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റി ആയതുകൊണ്ട് അതിനെ തമോ ഗുണത്തിൻ്റെ അധിപനായിട്ട് നമ്മുടെ മഹാദേവനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി അപ്പോൾ ഒരു കാര്യം ഓർക്കണം. എന്നാൽ ബ്രഹ്മാവ്, മഹാദേവൻ രണ്ടുപേരും ഭഗവാന്റെ ഭക്തരാണ്, ശുദ്ധഭക്തരാണ്. ഇവരെ രണ്ടുപേരെയും ഈ ഗുണങ്ങൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ആ ഗുണങ്ങൾ അവർക്കും ഭഗവാൻ കൊടുത്തേൽപ്പിച്ചിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു ആക്ടിവിറ്റിയുടെ ഗുണം എന്ന് പറയുന്നത് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവർ ഈ ഗുണങ്ങളിൽ പെടുന്ന ആൾക്കാരല്ല, അവരതിൽ നിന്ന് അതീതരാണ്, ഭഗവാന്റെ ശുദ്ധഭക്തരാണ്. ഇനി പരിപാലനം എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ് ചെയ്യുന്നത് ആര്? വിഷ്ണുവാണ്. ഇപ്പോൾ ബ്രഹ്മ, വിഷ്ണു, ശിവ അല്ലേ. വിഷ്ണു ചെയ്ത പരിപാലനമാണ്. പരിപാലനത്തിന് വേണ്ട ഗുണം എന്താണ്? സത്വഗുണമാണ്. അങ്ങനെയാണ് ഇവരെ 3 പേരെയും, ഇതുകൊണ്ടാണ് മൂന്ന് പേരെയും ഗുണാവതാരങ്ങളെന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഭഗവാൻ സത്വഗുണത്തിലുള്ള വ്യക്തിയല്ല, ഭഗവാൻ ശുദ്ധ സത്വഗുണത്തിലുള്ള വ്യക്തിയാണ്. എന്നാലും ഈ ഭൗതിക ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേണ്ട ഗുണം
സത്വഗുണമാണ്. കാര്യം ഭൗതിക ലോകത്തിലെ 3 ഗുണങ്ങളിൽ വെച്ച് ആ പരിപാലനം, മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് സത്വഗുണത്തിൽ വരുന്നൊരു ഒരു കാര്യമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഗുണങ്ങളുടെ കാര്യം നമ്മളിവിടെ. അപ്പോൾ രജോ ഗുണം എന്ന് പറയുന്നത്, രജോ ഗുണത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരും. കാര്യം നമ്മൾ കൂടുതൽ ഇന്ദ്രിയ ഭോഗങ്ങൾ നമ്മൾ ഭോഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടുകയുള്ളൂ, ഇത് കുറയില്ല. ഈ ഹാങ്കറിങ് കൂടുന്നു. അപ്പോൾ ഇവിടെ പ്രഭുപാദ്ജി പറയുന്നു, അങ്ങനെ ഈ സ്ത്രീ പുരുഷരുടെയും അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ലോകത്തുള്ളത്. എന്നാൽ അത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു, ഭാര്യ ഭർത്താവ്, കുട്ടികൾ, വീട്. അപ്പോൾ ഭാര്യ ഭർത്താവും ഒരുമിച്ച് വന്നാൽ അവർക്ക് താമസിക്കുന്ന ഒരു വീട് വേണം. അങ്ങനെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പൈസ വേണം. ഇനി അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ കുട്ടി ഉണ്ടാവുന്നു. ഇനി കുട്ടിയുടെ കാര്യം നോക്കണം, കുട്ടിയെ സ്കൂളിൽ അയക്കണം, പഠിപ്പിക്കണം, അല്ലേ? പൈസ സേവിങ്സ് വേണം, വീട് വേണം, സ്ഥലം വേണം. ആവശ്യങ്ങൾ കൂടി വരുന്നു. ഇതിനൊരു അവസാനമില്ല. ഇതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് എന്താണ്? ഈ അട്രാക്ഷനാണ്. അതിന് ശേഷമാണ് ഇതെല്ലാം. ഈ രജോ ഗുണം കൂടി ആഗ്രഹങ്ങളും ഹാങ്കറിങ്സും കൂടി വരുന്നു. പിന്നെ ഈ രജോ ഗുണത്തിൻ്റെ ഒരു വേറെ ലെവലാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന, സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ, അതായത് ഈ ഫാമിലി കണക്ഷനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ, സാമൂഹിക പ്രവൃത്തികൾ, നമ്മുടെ സത്വഗുണത്തിലുള്ള പ്രവൃത്തികളല്ല പറയുന്നത്. ചില ആളുകൾക്ക് സമൂഹത്തോടെ അട്രാക്ഷൻ തോന്നുന്നു, രാജ്യത്തോടെ അട്രാക്ഷൻ തോന്നുന്നു, രാജ്യത്തോടെ അറ്റാച്ച്മെൻറ്റ്. ചിലർ പറയും ഞാൻ കേരളത്തിലേതാണെന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി പറയും. ചിലർ പറയും ഞാൻ തൃശ്ശൂർക്കാരനാണെന്ന് അഭിമാനം. ആക്ച്വലി എന്താണുള്ളത്? അത് രജോ ഗുണത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അത് ആക്ച്വലി. അപ്പോൾ മനുഷ്യരോട് തോന്നുന്ന അട്രാക്ഷൻ പോയി മനുഷ്യർക്ക് രാജ്യത്തോടും സ്ഥലത്തോടും വീടിനോടും കാറിനോടും എല്ലാത്തിനോടും അട്രാക്ഷൻ. ഇതൊക്കെ രജോ ഗുണമാണ്. രജോ ഗുണത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. പല വെറൈറ്റി, പല എക്സ്റ്റൻഷൻസ് ആണ് ഇതെല്ലാം. നമുക്ക് റിലേറ്റീവ്സിനോട് തോന്നുന്നു അറ്റാച്ച്മെൻറ്റ്, അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് സർക്കിള്, അത് കഴിഞ്ഞിട്ട് സ്ഥലം, നമ്മുടെ നാട്, നമ്മുടെ മാതൃഭാഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. എനിവേ ഇതെല്ലാം രജോ ഗുണത്തിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ പ്രൊഡക്ട്സാണ്. രജോ ഗുണത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ രജോ ഗുണം ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം സത്വഗുണമേ ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ രജോ ഗുണം തീർച്ചയായിട്ടും. കാര്യം ഇതിൽ ആഗ്രഹങ്ങളാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ രജോ രാഗാത്മകം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നു, സംശയമില്ല. ഇനി അടുത്ത ശ്ലോകത്തിൽ തമോ ഗുണത്തിൻ്റെ കാര്യം പറയുന്നു. തമോ ഗുണം എങ്ങനെ നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് നോക്കാം. തമസ്ത്വ അജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ് തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിः തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബന്ധനാതി ഭാരത.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമസ്ത്വജ്ഞാനജം വിദ്യേ മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വായിക്കട്ടെ പ്രഭുജി. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാതിക്ക് ജയ്. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. ഇവിടെ തു എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. ശരീരസ്ഥനായ ആത്മാവിന്റെ ഒരു പ്രത്യേക യോഗ്യതയാണ് ഈ തമോഗുണം എന്നാണ് ഇതിന്റെ അർത്ഥം. സത്വഗുണത്തിന് നേരെ എതിരാണ് ഈ തമോഗുണം. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാനസമ്പാദനത്തിലൂടെ വിവേകം തടയാൻ കഴിയും. തമോഗുണ സ്വഭാവിക്ക് അസാധ്യമാണത്. തമോഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉന്മത്തനായൊരാൾ കാര്യവിവേചനത്തിന് ശക്തനല്ല. അയാൾ പുരോഗതിക്ക് പകരം അധോഗതി പ്രാപിക്കുന്നു. വസ്തു യാഥാത്മ്യ ജ്ഞാനാവരാഗം വിപര്യ യജ്ഞാനജനകം തമഹ എന്നാണ് വൈദിക സാഹിത്യം തമോ ഗുണത്തെ നിർവചിച്ചിട്ടുള്ളത്. തമോ ഗുണ ബാധിത ആയവന് ഒന്നിന്റെയും യാഥാർത്ഥ്യം സ്പഷ്ടമാവാറില്ല. ഒരു ഉദാഹരണം, തന്റെ മുത്തച്ഛൻ മരിച്ചു, അതുകൊണ്ട് താനും മരിക്കുമെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മനുഷ്യൻ നശ്വരനാണ്, അവന് പിറക്കുന്ന മക്കളും മരിച്ചു പോകും. മരണം സുനിശ്ചിതമാണ്. എന്നിട്ടും ആളുകൾ ഉന്മത്തരായതുപോലെ പണം വാരിക്കൂട്ടുന്നു. രാവും പകലും കഠിന പ്രയത്നം ചെയ്യുന്നു. ശാശ്വതനായ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നതേയില്ല. ഉന്മാദം തന്നെയാണിത്. ഇങ്ങനെ ഉന്മാദം ബാധിച്ചവർ ആധ്യാത്മിക ജ്ഞാന മാർഗത്തിൽ പുരോഗമിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കില്ല. ഇത്തരം ആളുകൾ അലസന്മാരാണ്. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനായുള്ള സത്സംഗത്തിന് ക്ഷണിച്ചാൽ പോലും അവർ അതിൽ വലിയ താല്പര്യം കാണിക്കാറില്ല. രജോഗുണ സ്വഭാവികളെ പോലെ പരിശ്രമശീലരുമല്ല അവർ. ആവശ്യമുള്ളതിലേറെ ഉറങ്ങുന്നതാണ് തമോ ഗുണ ബാധിതരുടെ മറ്റൊരു ലക്ഷണം. മനുഷ്യന് ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ. എന്നാൽ തമോ ഗുണത്തിലുള്ള ഒരാൾ 10-12 മണിക്കൂർ ഉറങ്ങുന്നു. അയാൾ സദാ വിഷാദഗ്രസ്തനായും നിദ്രാലുവായും കാണപ്പെടും. ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടവനുമായിരിക്കും. തമോ ഗുണബദ്ധനായ ഒരുവന്റെ ലക്ഷണങ്ങളാണിവ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു തമോ ഗുണം എങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കുന്നു. തമസ്ത്വ അജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം. തമോ ഗുണം എങ്ങനെ വരുന്നു? തമോ ഗുണം വരുന്നത് അന്ധകാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ല, അജ്ഞാനത്തിൽ നിന്ന്. അജ്ഞാനം. രജോ ഗുണം എവിടെ നിന്ന് വരുന്നു? കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? അറ്റാച്ച്മെന്റ്, ഭൗതിക ആഗ്രഹങ്ങൾ. എന്താണത്? രാഗാത്മകം അല്ലേ? ഇന്ദ്രിയ വിഷയങ്ങളിലെ താല്പര്യം. രാഗ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്. ഓക്കെ. ഇവിടെ തമോ ഗുണം വരുന്നു നമുക്ക് അറിവില്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന്. തമസ്ത്വ അജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം. എന്താണ് ഇതിൻ്റെ വേറൊരു ലക്ഷണം? അതായത് നമ്മുടെ ജീവജാലങ്ങൾ, നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ മോഹം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും ഇല്ലൂഷനിലാണ്. അതായത് എന്ത് ശരി എന്ത് തെറ്റ് ഒന്നും അറിയാത്ത അവസ്ഥ. തമോ ഗുണത്തിലുള്ള ആളുകളുടെ അവസ്ഥയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ. എന്തിനീ ശരീരം തന്നിരിക്കുന്നു അറിയില്ല. രജോ ഗുണത്തിലുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടി ഓടുന്നു. അവർ കഷ്ടപ്പെട്ട്. ഈ തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ഒന്നിനും താല്പര്യമില്ല. എനിക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, വെറുതെ ഇരിക്കുക. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് ആ ജോലി ചെയ്യാനുള്ള എന്തൂസിയാസം, പൈസ ഉണ്ടാക്കാനുള്ള എന്തൂസിയാസം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഉള്ളത് മതി, മടി ബേസിക് ലക്ഷണമാണ് അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രമാദാലസ്യ നിർബന്ധിസ്തൻ നിബധ്നന്തി ഭാരത. അത് പ്രമാദ ആലസ്യ 2 കാര്യങ്ങളാണ് പറയുന്നത്. പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭ്രാന്ത്, ഒരു ടൈപ്പ് ഓഫ് ഭ്രാന്ത്. അതായത് ഇവിടെ പ്രഭുപാദ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് എങ്ങനത്തെ ഭ്രാന്താണ് പറയുന്നത്. അതായത് ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു. മരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധുക്കൾ മരിക്കുന്നു, നമ്മുടെ അച്ഛനും അമ്മയും ഒരു ദിവസം ഇപ്പോഴുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കും, നമ്മളും ഒരു ദിവസം മരിക്കും. ഇതെല്ലാം കാണുന്നുണ്ട്.
നമ്മൾ മരിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാ മരണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു എനിക്ക് മരണമില്ല എന്നുള്ളത്. ആര് മരിച്ചാലും നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലേ? യുധിഷ്ഠിര മഹാരാജാവ് നാരദമുനിയോട് ചോദിച്ചപ്പോൾ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അഹനി ഹനി ഭൂതാനി ഗച്ഛന്തി യമമന്ദിരം. അതായത് ആളുകൾ മരിക്കുന്നുണ്ട്, മരണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അവനവൻ വിചാരിക്കുന്നു എനിക്ക് മാത്രം മരണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ മരണം എന്നുള്ളൊരു അവർക്കൊരു കൺസെപ്റ്റ് വരുന്നില്ല. ഇതാണ് അവസ്ഥ. അതായത് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, എന്താണ് ഉദ്ദേശം എന്നുള്ളൊരു ഐഡിയ അവർക്കില്ല. പൂർണ്ണമായിട്ടും അജ്ഞാനത്തിലാണ്. മാത്രമല്ല പ്രഭുപാദി ഇവിടെ പറയുന്നു, അവർ ഇവിടെയുള്ള ഉന്മാദം എന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുന്നു, അതും ഒരു തരത്തിലുള്ള ഒരു ഭ്രാന്താണെന്ന് ഇവിടെ പ്രഭുപാദ് പറയുന്നു. എന്നാൽ ആധ്യാത്മികത കാര്യങ്ങളിൽ വരുമ്പോൾ അവർക്ക് മടിയും, അപ്പോൾ അവർക്ക് സമയമില്ല, അപ്പോൾ അവർക്ക് മടിയാണ്. ഇപ്പോൾ പ്രഭുപാദ് ഉദാഹരണം പറയുന്നു, ഏതെങ്കിലും ഒരു സത്സംഗത്തിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തമോ ഗുണികൾ അവർ വരില്ല, ബാക്കി എന്തും ചെയ്യാൻ അവർക്ക് തയ്യാറാണ്. ഇപ്പോൾ രജോ ഗുണവും തമോ ഗുണവും തമ്മിലുള്ള ഒരു ചെറിയൊരു അണ്ടർലൈനിങ് ഡിഫറൻസേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. കാര്യം തമോ ഗുണത്തിലുള്ള ആൾക്കാരും ചില ആളുകൾ, അതായത് രജോ ഗുണം തമോ ഗുണം വളരെ കണക്റ്റഡ് ആണ്. ആഗ്രഹങ്ങളും ഒരുപക്ഷെ അതായത് തമോ ഗുണത്തിൻ്റെ എക്സ്ട്രീമാണ്, ആഗ്രഹവും ഇല്ല, ഒന്നുമില്ല, വെറും മടി പിടിച്ച് ഉറങ്ങി സമയം കളയുന്നത്. എന്നാൽ നമ്മൾ ഈ ലോകം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും രജോ ഗുണത്തിനും തമോ ഗുണത്തിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ്. കാര്യം കൂടുതൽ രജോ ഗുണമായിരിക്കും, കാര്യം രജോ ഗുണം ആഗ്രഹങ്ങൾ അത് തീരുന്നില്ല, ഇടയിൽ തമോ ഗുണമുണ്ട്, രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് സാധാരണ നോക്കിക്കഴിഞ്ഞാൽ. തമോ ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ന്യൂയോർക്കിൽ പോയ സമയത്ത് കണ്ട പോലെ വഴിയിലും പാർക്കിലുമൊക്കെ കഞ്ചാവ് വലിച്ചും ഇഞ്ചക്ഷൻ ചെയ്തും ഇരിക്കുന്നു, കുളിക്കുന്നില്ല, മുടിയെല്ലാം വളർത്തി താഴെ കിടക്കുന്നു, അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്മെല്ല് വരുന്നു, നമുക്ക് വൃത്തിയില്ല, എപ്പോഴും ഈ ലഹരിയിലും ഉറക്കവും ഇതന്നെ. ഇതാണ് തമോ ഗുണത്തിൻ്റെ എക്സ്ട്രീം. നമുക്കൊരു പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ രജോ ഗുണം തമോ ഗുണത്തിൻ്റെ മിക്സാണ് കൂടുതലും നമ്മളിലുള്ളത്. പ്രഭാത ഇവിടെ ഉദാഹരണം പറയുന്നു, പ്രമാദ അതേപോലെ ഉന്മാദ, രണ്ട്. ഉന്മാദം എന്ന് പറയുമ്പോൾ ഇതേപോലെ ഭ്രാന്ത് പോലെ, അത് ഭ്രാന്തെന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഏതോ ഒരു സ്വപ്ന ലോകത്തിരിക്കുന്ന അവസ്ഥയാണ്. ശരിയും തെറ്റും തിരിച്ചറിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമില്ല. അപ്പോൾ മടിയും ആലസ്യം ഒരു ലക്ഷണമാണ്. ഇവിടെ പ്രഭാത് ഭഗവാൻ പറയുന്നു, പ്രമാദ ആലസ്യം, അതായത് മടി എന്ന് പറയുന്നതും ഒരു ലക്ഷണമാണ്. പ്രഭാജി വേറൊരു കാര്യം കൂടെ പറയുന്നു, ഉറക്കത്തെക്കുറിച്ച് പറയുന്നു. ഉറക്കം എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സൃഷ്ടി സംബന്ധമായിട്ടുള്ള കാര്യം രജോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്. സംഹാരം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതേപോലെ ഉറക്കം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസത്തിലും. കാര്യം ഈ ഒരു ഭൗതിക ശരീരം നിലനിർത്താൻ വേണ്ടി ഉറക്കം കുറച്ച് ആവശ്യമാണ്, അല്ലേ? നമുക്ക് ആർക്കും ഗോസ്വാമിമാരെ പോലെ ആവാൻ സാധിക്കില്ല. അവർ 1 മണിക്കൂർ ഉറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതുപോലെ ആയിക്കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ ഒരാഴ്ച ചിലപ്പോൾ പോകും. അത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു ഹെൽത്ത് പ്രോബ്ലം വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാനസിക നില തെറ്റും. കാര്യം ഉറക്കം ശരിയായില്ലെങ്കിൽ അങ്ങനെയും പ്രശ്നമുണ്ട്. കാര്യം നമ്മുടെ ഓർഗൻസ്, നമ്മുടെ ബോഡി യൂസ്ഡ് അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എനിവേ, ഇപ്പോൾ പ്രഭാജി പറയുന്നു 6 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. 6 മണിക്കൂറേ ആവശ്യമുള്ളൂ, അതിന് കൂടുതൽ ആവശ്യമില്ല. ചില ആളുകൾ 10 മണിക്കൂർ 12 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. ചിലപ്പോൾ ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ, ശനി ഞായറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഉറങ്ങുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഇപ്പോഴും 10 മണിക്കൂറൊക്കെ രാത്രി എപ്പോഴെങ്കിലും കിടന്ന് പിന്നെ അടുത്ത ദിവസം രാത്രി കിടക്കില്ല, വെളുപ്പാങ്കാലത്ത് കിടക്കുന്നു, അടുത്ത ദിവസം ഒരു 3 മണി 4 മണിയാകുമ്പോൾ എണീക്കുന്നു, സെയിം സംഭവം കണ്ടിന്യൂ ചെയ്യുന്നു, അടുത്ത
അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ ലഹരിയെക്കുറിച്ചും ആവശ്യത്തിന് കൂടുതൽ ഉറങ്ങുന്നതും ലഹരികളെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല, തമോ ഗുണമാണെന്നുള്ളത്. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം 9 നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇന്ന് 3 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. എങ്ങനെയാണ് സത്വഗുണം നമ്മളെ ബന്ധിപ്പിക്കുന്നത്, സത്വഗുണം എന്താണ് എന്നുള്ളതും സത്വഗുണം എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും, രജോ ഗുണം എന്താണ്, രജോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, രജോ ഗുണം എങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കുന്നു, അതേപോലെ തമോ ഗുണം എന്താണ്, തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, തമോ ഗുണം എങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു ഈ ശ്ലോകങ്ങളിലൊക്കെ. ഹരേ കൃഷ്ണ. സോ താങ്ക് യു. ശ്രീ ഭഗവത്ഗീത की जय, जगद्गुरु शीला प्रभुपाद की जय, शीला गुरुदेव की जय, शचीनंदन श्री गौर हरि की जय, निताय गौर प्रेमानंदी. थैंक यू. हरे कृष्ण.